ചില ഗസ് വേടൻ്റെ DNA അല്ലേ, അല്ലെങ്കിൽ വേടൻ പറഞ്ഞ DNA പോലെ മതി. അതേമാതിരി വേടൻ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഇപ്പോ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ്. അതായത് വേടൻ പറഞ്ഞത് പഠിക്കാനുള്ള കാര്യം SC/ST എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ള കാര്യം എൻ്റെ DNA ഇല്ല, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഇപ്പോൾ ഓപ്പോസിഷൻ ഫ്രം ദ സ്റ്റാർട്ടിങ് ലെജൻഡ് അംബേദ്കർ സാറിനെ കുറിച്ചും എല്ലാവരും ഇവരൊക്കെ വളർന്നു വന്ന് ഇതേരൊക്കെ ബ്രേക്ക് ചെയ്ത് അവരവരെ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് അവര് പുറത്തോട്ട് വന്നിട്ടുള്ള ആൾക്കാരും ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ വലിയ കാര്യങ്ങൾ രചിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇതിനെ DNA ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതിന് സാറിന് എന്താണ്, ലൈക്ക് വാട്ട് ഈസ് യുവർ തോട്ട് ബിഹൈൻഡ്? വേടന്റെ സാങ്കേതികമായ ഒരു തെറ്റ് ആണ് അയാൾ പറയുന്നത്. അയാൾ അർത്ഥമാക്കിയത് അതല്ലെന്നും എനിക്കറിയാം. എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. വേടൻ DNA എന്ന് പറഞ്ഞാൽ ഇവർ സയൻസിൽ പഠിപ്പിക്കുന്ന ജനറ്റിക്കൽ അതിൻ്റെ DNA ഇല്ല, എൻ്റെ ജീവിതത്തിലില്ല എന്ന് ആളുകൾ പറയുന്ന പോലൊരു പ്രയോഗത്തിൽ അയാൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാൻ വളർന്ന അന്തരീക്ഷത്തിനകത്ത് ജീവിതത്തിലില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ അയാൾ യഥാർത്ഥത്തിൽ DNA-യിലില്ല എന്ന് പറയാനും വേണ്ടി DNA പറ്റി അയാൾക്ക് ഒരു അറിവില്ലെന്ന് എനിക്കറിയാം. അത് അയാൾ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കാണാം. പക്ഷെ അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, വളരെ നാളായിട്ട് തീരെ ഇത്തരത്തിലുള്ള എക്സ്പോഷർ കിട്ടാതെ ഒരു സംസ്കാരത്തിനകത്തൂടെ ഇപ്പം എന്താണ് വേടൻ എന്നുള്ള പ്രയോഗത്തിലാണെങ്കിൽ വേടനായി ജീവിക്കുന്നവന് മറ്റത് വായിക്കാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതിനെ കൊണ്ട് അവരുടെ സംസ്കാരത്തിലേ ഇല്ല എന്ന് നമ്മൾ പറയുന്ന വരിയുടെ ഭാഗമായിട്ട് അയാൾ പറഞ്ഞതാണെന്ന് എനിക്ക് കാണാൻ പറ്റും. പക്ഷെ സാങ്കേതികമായി തെറ്റ് തന്നെയാണ്. നമ്മൾ DNA എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് അർത്ഥം ആസ് സിമ്പിൾ ആസ് ദാറ്റ് അത് എനിക്ക് കാണാൻ പറ്റും. കാരണം അയാൾക്ക് DNA-യിൽ ഇല്ല എന്ന് അയാൾ പറയുമ്പം അത് തന്നെയാണ് അയാളുടെ ശരി. കാര്യം DNA എന്താണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാന്ന് തന്നെ അയാൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. വേടനെ DNA അറിയാമായിരുന്നെങ്കിൽ വേടൻ അങ്ങനെ ആകത്തില്ലല്ലോ. അപ്പൊ അത് അയാൾ പറയുന്നതിനകത്തെ ശരി നമുക്ക് തിരിച്ചറിയേണ്ടതാണ്. നമ്മളെല്ലാവരും കാണാറില്ലേ, ആളുകൾ ഉദ്ദേശിച്ചത് അതാണ്, പക്ഷെ പറഞ്ഞപ്പോ ഇതാണ് പറഞ്ഞത്. ഇത് സാങ്കേതികമായി തെറ്റാണെന്നുള്ള കാര്യം ആർക്കും കാണാം. അത്രേ അർത്ഥമേ ഉള്ളൂ. ഞാൻ വേടൻ DNA-യിൽ ഇല്ലെന്ന് പറഞ്ഞ കാരണം കൊണ്ട് വേടന്റെ വരികളിനകത്തുള്ള അർത്ഥപ്പശകൊന്നും ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേടന്റെ കൂടെ നിൽക്കുന്നവർക്ക് അത് ഉടനെ തിരിച്ചറിയും. വേടനെ എതിർക്കുന്നവർക്കല്ല അത് ആയുധമാകും. അത്രേ അർത്ഥമേ ഉള്ളൂ. അല്ലാതെ DNA-യിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്നോടാണ് ചോദിച്ചെങ്കിൽ എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വേടൻ അത് വ്യക്തമായിട്ട് പറയാൻ കഴിയാതെ പോയത് വേടൻ അത് അറിയാതെ തന്നെ വളർത്തിയിരിക്കുന്നതിന്റെ അത് തന്നെയാണ് അയാൾ അർത്ഥമാക്കിയത്. സാർ നേരത്തെ പറഞ്ഞില്ലേ, വേടന്റെ വരികൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ടിട്ടുണ്ട് കുറച്ച് പേർക്ക് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് എന്നെ ഭയങ്കര ചിരിപ്പിച്ചൊരു, എന്നെ പേഴ്സണലി വേടനെ വ്യക്തിപരമായിട്ട് എതിർക്കുന്നവർക്ക് മാത്രമാണ്. വേടന് DNA-നെ കുറിച്ചുള്ളൊരു സംഗതി ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ കേട്ടോ. വേടൻ്റെ എന്താ പറയുക DNA കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഇല്ലേ, അത് വേടനെ കുറിച്ച് അറിവില്ലാത്തൊരു സംഗതിയാണ്. അതിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അതാണ് ഉദ്ദേശിച്ചെന്നുള്ള ലെവലിൽ. അതായത് നമ്മളൊരു വാക്കിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ ലിറ്ററൽ മീനിങ് എടുക്കാം, ഒരു ഇൻ്റർപ്രറ്റേറ്റീവ് മീനിങ് എടുക്കാം അല്ലേ. ശരിക്കും വാക്കിന് എന്താണോ അർത്ഥമുള്ള ആ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ അത് എന്തിനു സൂചിപ്പിക്കുന്നു ആ രീതിയിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ അത് വേടൻ്റെ അനുഭവം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മുടെ സംസ്കാരത്തിൽ അതില്ല എന്ന് ഒരാൾക്ക്, ഇപ്പോൾ ഞാൻ പറയാണ് ഞങ്ങളുടെ സംസ്കാരത്തിൽ ഇതില്ല, ആരെയും ഞങ്ങളുടെ എനിക്ക് എൻ്റെ അനുഭവങ്ങളല്ലേ പറയാൻ പറ്റുക. പിന്നെ ജനറലായിട്ട് പറയാൻ പറ്റുക എത്രത്തോളം ഞങ്ങളുടെ ഇതില്ല എന്നുകൊണ്ട് പറയുന്ന സമയത്ത് ഈ ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ഇതില്ല എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുക. ഇപ്പം നമ്മൾ ഈ ജാതി ഇതൊക്കെ വഴി നമ്മൾ ഇപ്പം ഞാൻ പറയാണ് ഞങ്ങൾക്കിതില്ല, സംസ്കാരത്തിലില്ല എന്ന് പറയുമ്പോൾ ഈ ഞങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെ കുറേ ആൾക്കാർ കൂടി ചേർത്തിട്ടല്ലേ പറയണ്ടായിരിക്കുക. അത് മറ്റുള്ള ആളുകൾക്ക് അങ്ങനെയാണോ നിർബന്ധമില്ലല്ലോ, ഇല്ല. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അതൊരു ആ ഒരു പരാമർശം DNA എന്നുള്ള പരാമർശമൊക്കെ വലിയ വിഷയമായി തോന്നുന്നത് കൊണ്ട് കൂടിയായിരിക്കണം പ്രതികരിച്ച്. ചിലർ അസൂയം കൊണ്ടായിരിക്കാം, ചിലർ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ പറഞ്ഞാണ് സംഭവിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളൊരു കാര്യം വെച്ചിരിക്കും, ഒരു അധ്യാപിക ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു ബോയ്ക്ക് ഗേളിന് ആരോ ആയിക്കോട്ടെ മാർക്ക് പറഞ്ഞു വിചാരിക്കാം. അപ്പം നമ്മളത് പഠിക്കാനുള്ള
കുറുക്ക് വഴികളും കുറേ കോഡുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്, പറഞ്ഞു കൊടുത്തിട്ടാണ്, സജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ സംഗതി ഇവർ മണ്ടയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് ജാതിയും അതും നോക്കിയിട്ടൊന്നുമല്ല, ഒരു വിദ്യാർത്ഥി ടീച്ചർ എന്നുള്ള ലെവലിലെ ആ ഒരു സംഗതി ഉണ്ട്. പക്ഷെ ഇവിടെ ആ കുട്ടി പറയണമായിരിക്കാം, മാഷേ അല്ലെങ്കിൽ ടീച്ചർ എൻ്റെ DNA ഇതില്ല എന്നിട്ട് പറഞ്ഞാലുള്ള ഒരു വിഷയം ഉണ്ടല്ലോ. അപ്പോൾ ഏത് DNA ആണ് ആ കുട്ടി ഉദ്ദേശിച്ചെന്നുള്ളൊരു സംഗതി അവിടെ വരും അല്ലേ. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി എനിക്ക് ഇത് കേട്ടപ്പോൾ. അങ്ങനെയായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ആ വിഷയം വിടുകയാണ്. ഓക്കെ, എന്ത് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാനുള്ളൊരു കാര്യമാണ്, വേടൻ്റെ പാട്ടുകൾ, വേടൻ്റെ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ നോക്കി എനിക്ക് മനസ്സിലാവും. വേടൻ്റെ അനുഭവങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ വേട്ടനോടൊരു എമ്പതി, വേട്ടനോട് പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും. കാരണം നമ്മൾ പലരും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പല തരത്തിലുള്ള ചൂഷണങ്ങളിലൂടെ ഒക്കെ വളർന്നുകൊണ്ടാണ്. പക്ഷേ ഈ DNA കൊണ്ടൊരു സംഗതിയിൽ വരുന്ന സമയത്ത്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒബ്ജക്റ്റീവായിട്ട് സബ്ജക്റ്റീവായിട്ടൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഇതിനൊന്നും ഒരു വിലയില്ല, അല്ലെങ്കിൽ ആർക്കിയോളജീനെ മൊത്തം ആന്ത്രോപോളജീനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംഗതി വരുന്നു, സയൻസിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സംഗതി, വെല്ലുവിളിച്ചുകൊണ്ട് എന്നല്ല, എന്താ പറയാം, ഈ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലേ ഞാൻ എടുക്കാട്ടോ, എന്തായാലും പറയുക സത്യാനന്തര ലോകം, അതിൽ ഫാക്റ്റുകൾക്കല്ല വേറെ കുറേ ഫീലിങ്സിന് ഇമോഷൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന ഒരു സംഗതി ഉണ്ടല്ലോ. പോസ്റ്റ് ട്രൂത്ത് നമ്മൾ ഗൂഗിളിലും സെർച്ച് ചെയ്തൊക്കെ എന്താണ് പോസ്റ്റ് ട്രൂത്ത്. അപ്പം ഞാൻ ഇതിൽ അങ്ങനെ നോക്കി കണക്കുന്നു, എന്താ പറയുക പോസ്റ്റ് ട്രൂത്ത് അല്ലേ. ഇതാ നോക്കട്ടോ, പോസ്റ്റ് ട്രൂത്ത് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ, അതൊരു സിറ്റുവേഷനാണ് പോസ്റ്റ് ട്രൂത്ത്. അത് ഞാൻ അതിൻ്റെ പ്രത്യേകത എന്താ, വേർ ഫാക്ട്സ് ആർ ലെസ് ഇൻഫ്ലുവൻഷ്യൽ. ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വസ്തുതകൾ സ്വാധീനം വളരെ കുറവാണ് വസ്തുതകൾക്ക്. എന്തിന്, ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക്കായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യണതിൽ വസ്തുതകൾക്ക് പ്രാധാന്യം കുറവായിരിക്കും പോസ്റ്റ് ട്രൂത്തിൽ. ദാൻ ഇമോഷണൽ അപ്പീൽസ്, കൂടുതൽ എന്തിനുണ്ടാവുക, വൈകാരികമായ അപ്പീലുകൾക്ക്, വൈകാരികമായിട്ടുണ്ട് അവതരിപ്പിക്കുമ്പോൾ. വേടൻ ഈ കളി നന്നായിട്ട് കളിക്കുന്നുണ്ട്, വേടനല്ല എല്ലാവരും പൊതുവെ എല്ലാവരും. ഇപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ നിങ്ങളിത് കേട്ട് നോക്കും, നിങ്ങളിത് കേട്ടാൽ ഞെട്ടും എന്നൊക്കെ പറയുമ്പോൾ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എന്നൊക്കെ തോന്നൂലേ യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന സംഗതി. നമ്മളൊക്കെ പലപ്പോഴും ഒരാളുടെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ കുട്ടികളെ സംസാരിക്കുമ്പോൾ ഫാക്റ്റ് അല്ല പലപ്പോഴും പറയുന്നുണ്ടായിരിക്കുക, ഒരു ഇമോഷണൽ അപ്പീലായിരിക്കും പലത് സംസാരിക്കുന്നുണ്ടാവില്ല. കുട്ടികളുടെ സുഹൃത്തുക്കളുടെ അടുത്തുമൊക്കെ ഒരാളെ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കളികളില്ലേ, ഒരാളെ പോർട്രേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടാ മനസ്സിലാവും നമുക്ക്. ഇപ്പം ആ റിപ്പോർട്ടറിൽ വേടനെ ചിത്രീകരിക്കുന്നതൊക്കെ പലപ്പോഴും ആ ഒബ്ജക്റ്റീവ് സംഗതി അല്ല നോക്കണം. അതുകൊണ്ടായിരിക്കണം മറ്റേ കറക്റ്റ് പറഞ്ഞത് അരുണേട്ടൻ അല്ലേ. DNA കാര്യം പറഞ്ഞപ്പോഴേ പേഴ്സണൽ ബിലീഫ്സ്, പേഴ്സണലായ ബിലീഫുകൾ ഓർ മിസ്ഇൻഫർമേഷൻ, ഇതാണ് മിസ്ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ വേടൻ പറഞ്ഞത് ഒരു മിസ്ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം. അത് കറക്റ്റ് DNA എന്നുള്ള വാക്കിനെ DNA എന്നുള്ള ആ രീതിയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ മിസ്ഇൻഫർമേഷൻ അതൊരു ഇമോഷണൽ അപ്പീലായിട്ട് അങ്ങനെയാണ് അവൻ അവതരിപ്പിക്കുന്നത്. അത് പേഴ്സണൽ ബിലീഫ്സ് ഇതൊക്കെയാണ് ഫാക്റ്റുകളേക്കാൾ കൂടുതൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്വാധീനിക്കുന്നത് രീതിയിലെടുക്കാം. അപ്പോൾ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിലെ വേടൻ്റെ DNA അല്ലേ. ഇനി പോസ്റ്റ് ട്രൂത്ത് വേൾഡിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഇമോഷൻസ് ഓർ ഫാക്ട്സ്, ഇമോഷണൽ അപ്പീലുകളാണ് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന എവിഡൻസിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മിസ്ഇൻഫർമേഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. വേടൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോഴേ ഇതൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, ആരും വസ്തുതകൾ ശ്രദ്ധിക്കില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും വിശ്വാസം ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ മീഡിയ, ഗവൺമെൻറ്, എക്സ്പേർട്ടുകൾ ഇതിനോടൊന്നും വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എക്സ്പേർട്ടുകൾ എത്രയോ കാലമായിട്ട് ഇതിൽ കുത്തിയിരുന്ന് പണിയെടുക്കുന്ന, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുടെ അഭിപ്രായം ഒന്നും ഈ വേടൻ്റെ ഇഷ്യൂവിൽ പലരും കേൾക്കുന്നില്ല. ഞങ്ങളുടെ DNA അതില്ല, ഞങ്ങളുടെ DNA അതില്ല പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. അത് അക്കാഡമിക്കായിട്ടുള്ള, ഇനി ഇതിൽ ജാതി മതം കുത്തിത്തിരികരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാര്യത്തെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു കാര്യത്തെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാതെ എന്തായിരിക്കും എന്ന് അറിയാനുള്ളൊരു ശ്രമം കൂടി നടത്തിയില്ലെങ്കിൽ ഉള്ള വലിയ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ പലരും അത് എന്താണെന്ന് കൂടി അറിയാൻ ശ്രമിക്കാണ്ട്, നീ പൊട്ടനാണോ, നീ മണ്ടനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എത്ര കമൻറ്റുകളൊന്നും അറിയോ, നീ പൊട്ടനാണോ, നീ മണ്ടനാണോ, അങ്ങനെ കുറേ സംഗതി. അതുപോലെ പോളറൈസേഷൻ, പീപ്പിൾ ടെൻറ്റ് ടു നമ്മൾ ഇൻഫർമേഷൻ കൂടുതൽ അറിയാനുള്ള, ഇൻഫർമേഷൻ എന്നല്ല എന്താ പറയുക,
കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആക്രാന്തം ഉള്ളിലുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ കരുതുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് വളരെ ക്യൂരിയസ് ആയിട്ടും അതിങ്ങനെ എന്നുള്ളൊരു സംഗതിയും തോന്നിയത്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, വേറെ സംഗതികളുണ്ട്. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റായിട്ട് അങ്ങനെ ഒരു സംഗതി വരും. ആളുകൾ രണ്ട് എൻഡിൽ, ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന പോലെ രണ്ട് സൈഡില്ല. അതുപോലെ പീപ്പിൾ ടെൻ ടു സീക്ക് ഇൻഫർമേഷൻ ദാറ്റ് കൺഫേംസ് എക്സിസ്റ്റിംഗ് ബയാസസ്. ഓൾറെഡി നിലനിൽക്കുന്ന മുൻവിധികളുണ്ടല്ലോ, അതിനെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഇവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് പല പത്രങ്ങളുടെയൊക്കെ പ്രത്യേകത. അവരൊരു പൊളിറ്റിക്കൽ അജണ്ടയുമായി ബന്ധപ്പെട്ട രീതിയിൽ വാർത്തകൾ കൊടുക്കേണ്ടായിരിക്കുക. വിശ്വാസങ്ങളില്ലേ, ഇപ്പോൾ മതവിശ്വാസികളായിക്കോട്ടെ, അവരുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും അവർ കേൾക്കേണ്ടത്. കാരണം അവരുണ്ട് കൺഫേം ചെയ്തിട്ടുണ്ടാവും ഇതിങ്ങനെയാണെന്ന്. അല്ലാണ്ട് അങ്ങനെയും ആവാലേ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ അങ്ങനെ ആളുകൾക്കത് തോന്നണമെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർക്ക് താല്പര്യം വേണം അത് കേൾക്കാനില്ല. അപ്പോൾ നമ്മുടെ മുൻവിധികളെ കുറേ മാറ്റി വെക്കേണ്ടി വരും അല്ലേ. ലീഡിങ് ടു ഇൻക്രീസ്ഡ് പോളറൈസേഷൻ. അങ്ങനെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മുൻവിധികളെ കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ അന്വേഷിക്കാനാണ് അവർക്കൊരു പ്രവണത വരുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയാകുമ്പോൾ അത് കൂടുതൽ ആ പോളറൈസേഷൻ്റെ തീവ്രത കൂട്ടുന്നു അല്ലേ. അത് വലിയ വിഷയമായിരിക്കും. എന്നാലോചിച്ച് എ എന്നുള്ള രീതിയിലുള്ള സൈഡിൽ ഒരു കൂട്ടം ആളുകൾ, ബി എന്നുള്ള ഒരു സൈഡിൽ ഒരു കൂട്ടം ആളുകൾ, ഇവർ തമ്മിൽ കച്ചറ. എ എന്ന് പറയുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ബി എന്ന് പറയുന്ന ആളുകൾക്ക് അത് കേൾക്കാൻ താല്പര്യം തന്നെ ഇല്ല. ബി എന്ന് പറയുന്ന ടീമിലെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ ഇവർക്ക് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. രണ്ടുപേർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ. ഇത് വലിയ പ്രശ്നമായിരിക്കും അല്ലേ. ഇതിൻ്റെ അനന്തരഫലങ്ങൾ പറയുന്നത് ഇറോഷൻ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. സ്പ്രെഡ് ഓഫ് മിസ്ഇൻഫർമേഷൻ ക്യാൻ ലീഡ് ടു എ ഡിക്ലൈൻ ഇൻ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് മീഡിയ ലിറ്ററസി. അത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ മീഡിയ ലിറ്ററസീനൊക്കെ ഡിക്ലൈൻ ചെയ്യിപ്പിക്കും, ഇല്ലാണ്ടേക്കും, നശിപ്പിക്കും അല്ലേ. ആലോചിച്ചൊക്കെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച സമൂഹത്തിൽ. മാനിപ്പുലേഷൻ. പോസ്റ്റ് ട്രൂത്ത് എൻവയോൺമെൻറ്റ്സ് ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് സീക്കിംഗ് ടു മാനിപ്പുലേറ്റ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക്കായ ഒപ്പീനിയനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തികളും ഗ്രൂപ്പുകളും ഒക്കെ എന്ത് ചെയ്യും? വ്യക്തികളും ഗ്രൂപ്പുകളൊക്കെ ഈ പോസ്റ്റ് ട്രൂത്ത് എൻവയോൺമെൻറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. കണ്ടോ, വളരെ സിമ്പിളായിട്ട്. ഇപ്പോൾ നല്ല സ്വാധീനമുള്ള ആളുകൾക്ക്, വേടനെ പോലെ നല്ല ഹിരൺദാസ് മുരളിയെ പോലെ നല്ല സ്വാധീനമുള്ള ആളുകൾക്ക്, മാധ്യമങ്ങൾക്കൊക്കെ ഈ പോസ്റ്റ് ട്രൂത്ത് അന്തരീക്ഷത്തെ ചൂഷണം ചെയ്യാൻ പറ്റും. അവരുടേതായ ഒരു അജണ്ട ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. സോഷ്യൽ ഡിവിഷൻ. ഇത് സാമൂഹികമായി വിഘടനമുണ്ടാക്കും. ഇതൊരു വലിയ പേടിയാണിത്. ദ എംഫസിസ് ഓൺ പേഴ്സണൽ ബിലീഫ്സ് ഓർ ഫാക്ട്സ്. വസ്തുതയേക്കാൾ കൂടുതൽ വ്യക്തിപരമായ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ വിഷയം എന്താ വെച്ചാൽ ഇറ്റ് ക്യാൻ എക്സാസർബേറ്റ് സോഷ്യൽ ഡിവിഷൻസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. നിങ്ങളുടെ കോൺഫ്ലിക്റ്റുകളും സോഷ്യൽ ഡിവിഷൻസൊക്കെ കൂട്ടും. പിന്നെ കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ഇതിനെങ്ങനെ നമുക്ക് ഇതിലെങ്ങനെ ഇടപെടാം, എങ്ങനെയൊക്കെ ഇടപെടാൻ ഉദ്ദേശിച്ച് ഇതെങ്ങനെ കോപ്പപ്പ് ചെയ്യാം, ഈ സംഗതി എങ്ങനെ നമുക്ക് മാറ്റാം, റെമഡി പരിഹാരമായിട്ട് എന്തൊക്കെ. ക്ലാരിഫൈ ഇൻഫർമേഷൻ, ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാം. എൻകറേജ് ഫാക്ട് ചെക്കിങ്ങിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ചില യൂട്യൂബ് ചാനലുകളും, യൂട്യൂബ് മാത്രമല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുക. യൂട്യൂബ് ചാനലിൽ തന്നെ ഫാക്ട് ചെക്ക് ചെയ്യണ കുറേ ചാനലുകളില്ലേ, നോക്കാം. ആൻഡ് വെരിഫിക്കേഷൻ ഇൻഫർമേഷൻ ബിഫോർ ആക്സെപ്റ്റിംഗ് ആസ് ട്രൂ. ഒരു ഇൻഫർമേഷൻ ട്രൂ ആണെന്ന് എടുക്കുന്നതിന് മുമ്പ് ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ക്രോസ് ചെക്ക് ചെയ്യുക, ഫാക്ട് ചെക്ക് ചെയ്യുക അല്ലേ. സീക്ക് ഡൈവേഴ്സ് സോഴ്സസ്. വൈവിധ്യമായിട്ടുള്ള സോഴ്സുകളെ നോക്കുക. കൺസൾട്ട് മൾട്ടിപ്പിൾ സോഴ്സസ്. അതായത് ആന്ത്രോപോളജിസ്റ്റുകൾ, അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലുള്ള ആളുകൾ, അവരുടെ ഒരു അഭിപ്രായമൊക്കെ സീക്ക് ചെയ്യാൻ പറ്റും. വിത്ത് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്. ഇതാണ് വെറൈറ്റി ഓഫ് പേഴ്സ്പെക്റ്റീവ്സ്. ഈ സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകൾക്ക് പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടാകും. ഒരാൾക്ക് തന്നെ പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടാകും അല്ലേ. ഇപ്പോൾ നമ്മൾ ഡീകൺസ്ട്രക്ഷൻ, പോസ്റ്റ് സ്ട്രക്ചറിസം ഇതിൻ്റെ സ്റ്റഡീസിലൊക്കെ കുറിച്ച് മനസ്സിലാവും. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഒരു സിംഗിൾ മീനിങ് കൊടുക്കുന്ന ഒരു സംഗതിയല്ല. ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കാം ഒരു സംഗതി. അതുപോലെ ഒരു വാക്ക് എന്തിനെതിരെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അതിനെതിരെയായിട്ട് ഒരു പക്ഷേ വാക്ക് വരുന്നുണ്ടായിരിക്കാം. അതൊക്കെയാണ് ഡെറിഡ പറയണത്. ഇനിയിപ്പോൾ എനിക്ക് ഭ്രാന്താണോ എന്നുള്ള കമൻറ്റോട് വരണ്ട. അങ്ങനെയാണെങ്കിൽ ഡെറിഡയ്ക്കും അങ്ങനെ കുറേ ആൾക്കാരും ഒക്കെ ഭ്രാന്തായിരിക്കും. നമ്മളതൊക്കെ സീക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി രസമായിരിക്കും. ഇതൊരു രസവും കൂടിയാണ്. ഇത് നമ്മൾ ഒരു സാധനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ, അറിയാത്തൊരു സാധനം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അറിയണ ഒരു സാധനം കൂടെ പുതിയൊരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനത്തിൽ എന്നൊക്കെ ഒരു സംഗതി. ഇതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്, കൺസൾട്ട് മൾട്ടിപ്പിൾ സോഴ്സസ് വിത്ത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ടു ഗെയിൻ എ മോർ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ്. കുറച്ചുകൂടി
കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി വൈവിധ്യമായ കാഴ്ചപ്പാടുകളും സ്രോതസ്സുകളിൽ നിന്നൊക്കെ ഇൻഫർമേഷൻ അന്വേഷിക്കുക. ഫോസ്റ്റർ ക്രിട്ടിക്കൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യുക, അതിന് ഡെവലപ്പ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് മീഡിയ ലിറ്ററസി സ്കിൽസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് നാവിഗേറ്റ് കോംപ്ലക്സ് ഇൻഫർമേഷൻ എൻവയോൺമെൻറ്റ്സ്. പിന്നെന്താ, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ ബീയിങ് അവെയർ ഓഫ് ദീസ് ഡൈനാമിക്സ് വി ക്യാൻ വർക്ക് ടുവേർഡ്സ് ക്രിയേറ്റിംഗ് എ മോർ ഇൻഫോംഡ് ആൻഡ് ക്രിട്ടിക്കലി തിങ്കിങ് സൊസൈറ്റി. കുറച്ചുകൂടി ഇൻഫോംഡ് ആയിട്ടുള്ള ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന സമൂഹത്തെ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, നമുക്കതിൻ്റെ ഒരു ഭാഗമാവാനും സാധിക്കും എന്നുകൂടി ഞാൻ ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഗസ്. അപ്പോൾ നമ്മൾ ഹിരൺദാസ് മുരളി എന്ന വേടൻ എന്ന പേര് സ്വീകരിച്ച് റാപ്പറിൻ്റെ കലാകാരൻ്റെ DNA ബന്ധപ്പെട്ട പരാമർശത്തെ നമ്മൾ ആര് വഴിയാണ് കിട്ടിയത്? മൈത്രേയൻ്റെ ഇൻ്റർവ്യൂ നിന്ന്, മൈത്രേയൻ്റെ വാക്കുകളിൽ നിന്ന് ഒരു സംഗതി കിട്ടി. താങ്ക്സ് ടു മൈത്രേയൻ. താങ്ക്സ് ടു എവരി വൺ. ഓക്കെ, ബൈ.